ഈ ഒരു മാംഗോ സീസണിൽ അടിപൊളിയായിട്ടൊരു മാംഗോ ഫലൂദ റെഡിയാക്കാം. കുറച്ച് മാംഗോ ഞാൻ കുറച്ച് വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിക്കണ്, കുറച്ച് മാംഗോ ചെറിയ പീസായിട്ടും, പിന്നെ നട്ട്സ് എടുത്ത് വെച്ചിക്കണ്, ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിക്കണ്, പിന്നെ മെയിനായിട്ട് കുറച്ച് സേമിയ വേവിച്ചത്, പിന്നെ ചിയാ സീഡോ അല്ലെങ്കിൽ കസ്കസോ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിൽ നമ്മൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാംഗോ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് അരക്കാൻ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരത്തിന് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പൾപ്പ് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓരോ ലെയറായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുക. ആദ്യം ചിയാ സീഡ് ഇട്ട് കൊടുത്തുകണേ, അടുത്തത് സേമിയം വേവിച്ചത് ഇട്ട് കൊടുത്തുകണേ, പിന്നെ മാംഗോൻ്റെ പ്യൂരി എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മാംഗോൻ്റെ പീസസ്, പിന്നെ മാംഗോൻ്റെ ഐസ്ക്രീം, വാനില ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പോൾ മാംഗോൻ്റെ ഐസ്ക്രീമാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റായിട്ട് 2-3 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുക. അതും ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാംഗോ ഫലൂദ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.